പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായി ആരുമില്ല. അതിനെയെല്ലാം തരണം ചെയ്ത് അതിജീവിച്ച് മുന്നേറുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ചിലരാകട്ടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവർ നിരാശപ്പെട്ട് ദുഃഖിച്ച് ആകുലപ്പെട്ട് ചിലർ അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? നിരവധിയായ കാരണങ്ങളുണ്ട്. ജീവിത പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, രോഗപീഠകൾ, നിരാശ, ദുഃഖം, അമിതമായ ടെൻഷൻ, അങ്ങനെ പോകുന്നു നിരവധിയായ കാരണങ്ങൾ. എന്നാൽ അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്: ദൈവവുമായിട്ടുള്ള യഥാർത്ഥ സ്നേഹബന്ധം ഇല്ലാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാവർക്കും ഉണ്ടാകും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചന പ്രകാരം പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഞെരുക്കങ്ങളും എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ യേശുക്രിസ്തുവുമായി വലിയ ആഴമായ ഒരു സ്നേഹബന്ധത്തിൽ ഒട്ടി നിൽക്കുന്നവർക്ക് ഈ പ്രതിസന്ധികളെ നിഷ്പ്രയാസം അതിജീവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാനായിട്ട് സാധിക്കും, വിശുദ്ധ ബൈബിളില് 3 തരം സ്നേഹബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവവുമായിട്ടുള്ള 3 തരം ബന്ധത്തെക്കുറിച്ച്. ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിനോട് ഉള്ള സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്ന അവസ്ഥ. രണ്ടാമത്തേത് യേശുവിൻ്റെ സ്നേഹവലയത്തിനുള്ളിലായിരിക്കുന്ന അവസ്ഥ. മൂന്നാമത്തേത് യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. സങ്കീർത്തനം 91-ന്റെ 14 വചനപ്രകാരം പറയുകയാണ്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ യേശുവിന്റെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്നു. അവൻ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. യേശുവിന്റെ ശരീരത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അത്രമാത്രം യേശുവിനെ സ്നേഹിച്ച ശ്രേഷ്ഠ ശിഷ്യൻ. വിശുദ്ധ പത്രോസ് ശ്ലീഹ യേശുവിന്റെ സ്നേഹവലയത്തിനുള്ളിലായിരുന്നു. കാലിടറിയെങ്കിലും ആ സ്നേഹവലയത്തിനുള്ളിൽ തന്നെ നിന്നു. എന്നാൽ യൂദാസ് ശ്ലീഹായ്ക്ക് എന്താണ് സംഭവിച്ചത്? യേശുവിന്റെ സ്നേഹവലയത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തിന്മയുടെ ശക്തികൾ അവനെ വശീകരിച്ച് നാശത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ ശക്തി കിട്ടണമെങ്കിൽ യേശുവിന്റെ ഈ സ്നേഹബന്ധത്തിൽ ഒട്ടി നിൽക്കണം. അതാണ് യഥാർത്ഥ സ്നേഹബന്ധം എന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ യേശുവിന്റെ യഥാർത്ഥ സ്നേഹബന്ധത്തിലേക്ക് ഒട്ടി നിൽക്കുന്നവരായിട്ട് മാറണം. അപ്പോൾ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഈ ലേഖനത്തിൽ പറയുകയാണ്, 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രാർത്ഥനയിലൂടെയും വചന വായനയിലൂടെയും യേശുവുമായിട്ടുള്ള യഥാർത്ഥ സ്നേഹബന്ധത്തിലേക്ക് ഒട്ടി നിൽക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ആമേൻ.